ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ സ്ട്രോക്ക് വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. 2 എന്നുള്ള നമ്പറാണ് ഉള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്രഷിൽ തന്നെ നമ്മൾ 2 കളേഴ്സാണ് ലോഡ് ചെയ്യുന്നത്. ഒരു സൈഡിൽ യെല്ലോയും ഒരു സൈഡിൽ റെഡും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ലൈൻസായിട്ട് ചരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഡിസൈന് തന്നെ ഡബിൾ ടോൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വലിപ്പം കൂടിയിട്ടും എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ കുറച്ച് എന്താ പറയുക വലിപ്പം കുറച്ചിട്ടാണ് നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് നേരെ ഓപ്പോസിറ്റ് ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 എന്നുള്ള നമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ 3ഓ 4ഓ ഗ്രേഡുള്ള ബ്രഷ് യൂസ് ചെയ്യുക. ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ ബ്രഷിൻ്റെ അറ്റം ഇതുപോലെ പരന്ന് കിടക്കുന്ന ബ്രഷിനെയാണ് കേട്ടോ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡിസൈന് കുറച്ചുകൂടി ചെയ്യാണ് കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളത് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത് ശരിയായിക്കോളും. ഓക്കെ, നമ്മൾ സാധാരണ ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്പ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഷൈനി എഫക്റ്റുള്ള പല മെത്തേഡിൽ പല ടൈപ്പ് പെയിൻറ്റുകളുണ്ട്. ഷിമ്മറി, മെറ്റാലിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ പേരുകളൊന്നും ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ക്ലോത്ത് ഇവിടെ ബ്ലാക്കാണ് കേട്ടോ. കളറ് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് സൺലൈറ്റ് പതിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ടോൺ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡിസൈന് കുറച്ചുകൂടി ചെയ്യാണ് കേട്ടോ. നെൽക്കതിരിൻ്റെ ഡിസൈന് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലൊന്ന് മൂടി വെക്കാം കേട്ടോ. ബ്രഷ് നന്നായിട്ട് കഴുകിയിട്ട് കോട്ടൺ ക്ലോത്തിൽ നന്നായിട്ട് തുടച്ചെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ യെല്ലോയുടെ കളറും മൂടി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫാബ്രിക് പെയിൻറ്റിങ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. അത് യൂസ് ചെയ്യാതെ കുറേ കാലം വെച്ചാലും ഇതുപോലെ ഡ്രൈ ആവും. അപ്പോൾ നമുക്കിനി വേണ്ടത് ഗ്രീനാണ്. ഞാൻ ലീഫ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് യെല്ലോയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കത് തുറന്നു കൊടുക്കാം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ തുറന്നിട്ടാൽ പെട്ടെന്നത് ടൈറ്റാവും. തണ്ടും അതേപോലെ ലീഫും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോയിൻറ്റ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.